സോഷ്യൽ മീഡിയക്കകത്ത് പരസ്യം ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റി ലീഡ്സ് ലഭിക്കാൻ എന്തൊക്കെ ചെയ്യണം? ഒത്തിരി മൈക്രോ സംരംഭങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണിത്. കാരണം ഒത്തിരി പരസ്യങ്ങൾ സോഷ്യൽ മീഡിയക്കകത്ത് ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിറയെ പരസ്യം ചെയ്യുന്നുണ്ട്, ഒരുപാട് പണം ചെലവഴിക്കുന്നുണ്ട്. പക്ഷേ ക്വാളിറ്റി ലീഡ് ലഭിക്കുന്നില്ല. ക്വാളിറ്റി ലീഡ് ലഭിക്കാൻ കൃത്യമായി സോഷ്യൽ മീഡിയ അഡ്വർടൈസിങ് നമ്മൾ പഠിച്ച് ചെയ്യേണ്ടതുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടത്. അതായത് ആരെയാണ് നമ്മുടെ പരസ്യം കാണിക്കേണ്ടത്, ഏത് കസ്റ്റമർ സെഗ്മെന്റിലേക്കാണ് പരസ്യം പോകേണ്ടത്, ഏത് ഡെമോഗ്രാഫിക് സെഗ്മെന്റിലേക്കാണ് പരസ്യം പോകേണ്ടത്. ഡെമോഗ്രാഫിക്സ്, ഇൻട്രസ്റ്റ്, ബിഹേവിയർ, ഇങ്ങനെ സോഷ്യൽ മീഡിയക്കകത്ത് മെറ്റ അഡ്വർടൈസിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായി കസ്റ്റമറെ ടാർഗറ്റ് ചെയ്യാൻ കഴിയും. ഏത് സ്ഥലത്തുള്ള, അത് ജില്ലയാവട്ടെ, സംസ്ഥാനമാവട്ടെ, രാജ്യങ്ങളാവട്ടെ, അങ്ങനെ എവിടെയൊക്കെ നിങ്ങളുടെ പരസ്യം കാണിക്കണം. ഏത് വയസ്സ് കാറ്റഗറിക്കകത്തുള്ള ആളുകളെ പരസ്യം കാണിക്കണം, പുരുഷന്മാരെ കാണിക്കണോ, സ്ത്രീകളെ കാണിക്കണമോ, ഇന്ന ഏജ് സെക്ഷൻ ഉള്ള, ഇന്ന ആട്രിബ്യൂട്ട്സ് ഉള്ള ആളുകളെ നമുക്ക് പരസ്യം. അപ്പൊ ഡെമോഗ്രാഫിക്കിനകത്ത് കൃത്യമായി, ഡെമോഗ്രാഫിക് എന്ന് പറയുന്ന ഒരു സെക്ഷൻ തന്നെ മെറ്റ അഡ്വർടൈസിങ്ങിനകത്തുണ്ട്, ടാർഗറ്റിനകത്ത്. അത് കൃത്യമായി നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി കഴിയും. അല്ലാതെ നമ്മൾ പരസ്യം ചെയ്യുമ്പോൾ ഒത്തിരി ആളുകൾ കാണും. ഇപ്പൊ കേരളത്തിനകത്ത് നമ്മൾ പരസ്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് മലയാളം സംസാരിക്കുന്നവരെ മാത്രം പരസ്യം കാണിക്കാം. അതാവുമ്പോൾ അല്ലാത്ത ഭാഷ സംസാരിക്കുന്നവരെ പരസ്യം കാണിക്കാതിരിക്കാം. ഇനി നമുക്ക് ഹിന്ദി സംസാരിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രൊപ്പോസൽ, ഒരു പ്രൊഡക്റ്റ്, ഒരു സർവീസ് ആണെങ്കിൽ നമുക്ക് ഹിന്ദി സെലക്ട് ചെയ്ത് ഹിന്ദി സംസാരിക്കുന്നവരെ മാത്രം കാണിക്കാൻ വേണ്ടി കഴിയും. അങ്ങനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ടാർഗറ്റിനകത്ത് ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട്, അതായത് ഗാർമെന്റ്സിനകത്ത് ഇൻഡസ്ട്രി ഉള്ളത്, മേക്കപ്പിനകത്ത് ഇൻഡസ്ട്രി, കോസ്മെറ്റിക്സിനകത്ത് പേഴ്സണൽ കെയർ, അങ്ങനെ അങ്ങനെ പലതരത്തിൽ ആളുകളുടെ ഇൻട്രസ്റ്റുകളുണ്ട്. ആ ഇൻട്രസ്റ്റുകളെ അനുസരിച്ച് പലതരത്തിൽ ഇൻട്രസ്റ്റിനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ടാർഗറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മെറ്റയിലുണ്ട്. അതുപയോഗിച്ച് ഇൻട്രസ്റ്റ് ബേസ് ചെയ്യാം. ബിഹേവിയർ ബേസ്, ഏതൊക്കെ ഫോൺ ഉപയോഗിക്കുന്നവരാണ്, ഏത് വേർഷൻ ഉപയോഗിക്കുന്നവരാണ്, അതേപോലെ തന്നെ അവരുടെ ഫേസ്ബുക്കിനകത്തുള്ള ഒരു രീതി എന്താണ്, അവർ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവരാണോ, അങ്ങനെ പലതരത്തിലുള്ള കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയർ അനുസരിച്ച് നമുക്ക് കസ്റ്റമറെ ടാർഗറ്റ് ചെയ്യാൻ കഴിയും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് മെറ്റയ്ക്കകത്ത് നമ്മൾ പരസ്യം ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള പരസ്യങ്ങളുണ്ട്. അവയർനെസ് ആഡ്സ് ഉണ്ട്, എൻഗേജ്മെന്റ്സ് ഉണ്ട്, ലീഡ് ഉണ്ട്, ട്രാഫിക് ഉണ്ട്, ആപ്പ് പ്രൊമോഷൻ ഉണ്ട്, സെയിൽസ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്താ? നിങ്ങളൊരു സ്ഥാപനം തുടങ്ങുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യും. ആ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് എന്താ വേണ്ടേ? പരമാവധി ആളുകൾ നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് അറിയിക്കണം, പരമാവധി ആളുകളെ നമ്മുടെ ഷോപ്പ് ലൊക്കേഷനെ കുറിച്ച് അറിയിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് അവയർനെസ് ആഡ് ആയിരിക്കണം. ഇനി നമുക്ക് എൻഗേജ്മെന്റ് കിട്ടണം, നമ്മുടെ പേജ് കുറെ ലൈക്ക് കിട്ടണം, നമുക്ക് കുറെ ആളുകൾ നമ്മളെ കോൾ ചെയ്യണം, അതായത് നമ്മുടെ കുറെ ആളുകളിലേക്ക് നമ്മുടെ പേജ് എത്തണം, റീച്ച് കൂടണം. അതിനെന്താ ചെയ്യേണ്ടത്? എൻഗേജ്മെന്റ്. ലൈക്ക് ചെയ്യാൻ സാധ്യതയുള്ള, ഷെയർ ചെയ്യാൻ സാധ്യതയുള്ള കസ്റ്റമേഴ്സിലേക്ക് മാത്രമായി നമ്മുടെ ആഡ് എത്തിക്കാൻ വേണ്ടി നമുക്ക് ലീഡ് കിട്ടണം. അതായത് നമ്മുടെ കയ്യിൽ ഒരു സാധനം വിൽക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു സർവീസ് വിൽക്കാനുണ്ട്. അത് താല്പര്യമുള്ള ആളുകളുടെ ഫോൺ നമ്പർ, ഇമെയിൽ, അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടണം. നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ലീഡ് ആഡ് ചെയ്യണം. അങ്ങനെ നമുക്ക് ആപ്പ് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ആപ്പ് ആഡ്, ആപ്പ് പ്രൊമോഷൻ. അതേസമയത്ത് വെബ്സൈറ്റിലേക്ക് ട്രാഫിക് കൊണ്ടുവരാനാണെങ്കിൽ ട്രാഫിക്, ഡയറക്റ്റ് സെയിൽസിലേക്ക് പോകാനാണെങ്കിൽ സെയിൽസ്. അങ്ങനെ നമ്മളുടെ ക്ലിയർ ആയിട്ടുള്ള എന്ത് പർപ്പസിനാണോ നമ്മൾ സോഷ്യൽ മീഡിയക്കകത്ത് പരസ്യം ചെയ്യുന്നത്, അതിൻ്റെ ഒബ്ജക്റ്റീവ് ക്ലിയർ ആയി ഫിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുക എന്നുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മൂന്നാമത്തെ കാര്യം, ക്രിയേറ്റ് കമ്പലിംഗ് കണ്ടന്റ് എന്നുള്ളതാണ്. അതായത് കമ്പൽ ചെയ്യാവുന്ന, ഒരു കസ്റ്റമറെ ആകർഷിക്കാവുന്ന, അവരെ ഒന്ന് പ്രഷ് ചെയ്യാൻ കഴിയാവുന്ന, അവരെ വാങ്ങാൻ പ്രേരിപ്പിക്കാവുന്ന, അല്ലെ എൻഗേജ് ചെയ്യാൻ പ്രേരിപ്പിക്കാവുന്ന കണ്ടന്റ് ആയിരിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന ഹുക്ക് പോയിന്റ്, നമ്മൾ ഉപയോഗിക്കുന്ന ക്യാപ്ഷൻസ്, നമ്മൾ ഉപയോഗിക്കുന്ന ഇമേജസുകൾ, ഇതൊക്കെ കസ്റ്റമേഴ്സിനെ ഇതൊന്ന് ട്രൈ ചെയ്യണം എന്ന് പ്രേരിപ്പിക്കുന്ന കണ്ടന്റ് ആയിരിക്കും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ടാർഗറ്റഡ് അഡ്വർടൈസിങ് എന്നുള്ളതാണ്. അതായത് നേരത്തെ നമ്മൾ ടാർഗറ്റഡ് ഓഡിയൻസിനെ കണ്ടു, ഇനി ഇങ്ങനെ ടാർഗറ്റഡ് അഡ്വർടൈസിങ്. നിങ്ങളിപ്പോൾ ഒരു ഹെയർ ഓയിൽ പ്രൊഡക്റ്റ് ആണ് മാർക്കറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആരെയാ ലക്ഷ്യം വെക്കുന്നത്? നിങ്ങളൊരു 15-നും 40-നും വയസ്സിനിടയിലുള്ള പെൺകുട്ടികളെ അല്ലെങ്കിൽ ലേഡീസിനെയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ നിങ്ങളുടെ അഡ്വർടൈസ്മെന്റിലുള്ള ക്യാപ്ഷൻ, അതിനകത്ത് ഉപയോഗിക്കുന്ന ഇമേജസുകൾ,
ഇതൊക്കെ എന്തായിരിക്കണം? അതിനനുസരിച്ചായിരിക്കണം. നമ്മൾ എല്ലാ വിഭാഗം ആളുകൾക്കും വേണ്ടി, പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും എല്ലാവർക്കും വേണ്ടി തയ്യാറാക്കിയ ഒരു അഡ്വർടൈസ്മെന്റ് ഏതെങ്കിലും ഒരു സ്പെസിഫിക് സെക്ടറുകളിൽ, ഞാൻ ഈ പറഞ്ഞ 15 മുതൽ 40 വയസ്സിനിടയിലുള്ള പെൺകുട്ടികൾക്ക് മാത്രമായി ഉപയോഗിക്കുമ്പോൾ അത് ടാർഗറ്റഡ് അഡ്വർടൈസിങ് അല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ ടാർഗറ്റഡ് അഡ്വർടൈസിങ് മനസ്സിലാക്കുക. മറ്റൊരു കാര്യം എന്താ? ഒരു വാല്യൂ ഓഫർ ചെയ്യണം. നിങ്ങൾ ഏത് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോഴും അതിനകത്തൊരു വാല്യൂ ഓഫർ ചെയ്യണം. അവർക്കൊരു മുടക്കുന്ന കാശിന് അതിനേക്കാൾ കൂടുതൽ ഒരു വാല്യൂ ഫീൽ ചെയ്യണം. നിങ്ങൾക്ക് ഇന്ന് അങ്ങനെ ഒരു വാല്യൂ ഉണ്ടായിരിക്കണം. നമ്മുടെ എല്ലാ കമ്മ്യൂണിക്കേഷനകത്തും കൃത്യമായി കസ്റ്റമറിന് ഒരു വാല്യൂ കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്താൻ. വാല്യൂ കിട്ടുമ്പോൾ മാത്രമാണ് കസ്റ്റമേഴ്സ് ഡിസിഷൻ എടുക്കുന്നത്. അതുപോലെ തന്നെ കോൾ ടു ആക്ഷൻ. പലപ്പോഴും നമ്മൾ കുറിച്ച് പറയും, സർവീസിനെ കുറിച്ച് പറയും, വളരെ നല്ല ഇമേജസ് ഒക്കെ യൂസ് ചെയ്യും, ഒക്കെ ചെയ്യും. പക്ഷേ അല്ലെങ്കിൽ നല്ല വീഡിയോ പ്രസൻസിൽ നിന്ന് നമ്മൾ സംസാരിക്കും. പക്ഷേ ആക്ഷൻ എടുക്കാൻ നമ്മൾ പറയില്ല. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇതാ ഈ ഒരു ഓഫർ ഉണ്ട്, ഇത്ര സമയത്തുള്ളിൽ നിങ്ങൾ ഓഫർ ക്ലിക്ക് ചെയ്യണം, എങ്കിലേ ഈ ഓഫർ കിട്ടുള്ളൂ. ഇന്ന് വാങ്ങിയാൽ നിങ്ങൾക്ക് ഇത്ര രൂപ ഡിസ്കൗണ്ട് ഉണ്ട്, ഇന്ന് വാങ്ങിയാൽ നിങ്ങൾക്ക് ഈ പ്രൊമോഷൻ അപ്ലിക്കബിൾ ആണ് എന്ന് പറയണം. അങ്ങനെ പറയുമ്പോഴാണ് ഒരു ഫൈനൽ ഒരു ടച്ച് പോയിന്റ് കസ്റ്റമേഴ്സിന്റെ ഹേർട്ടിലേക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റീടാർഗറ്റിംഗ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് പലപ്പോഴും നമ്മളുടെ അഡ്വർടൈസ്മെന്റ് രീതിക്കകത്ത് നമ്മളൊരു ബ്രാൻഡ് അവയർനെസ് കൊടുത്തു, അല്ലെങ്കിൽ നമ്മളൊരു എൻഗേജ്മെന്റ് ആഡ് കൊടുത്തു. നമ്മളെ ആഡ് കുറേ ആൾക്കാർ കണ്ടു, അതിനകത്ത് കുറേ പേര് ലൈക്ക് ചെയ്തു, ഷെയർ ചെയ്തു. ഒരു വീഡിയോ ആഡ് ആണെങ്കിൽ അതൊരു 90% അല്ലെങ്കിൽ 90% എബവ് കണ്ട കുറേ ആളുകൾ ഉണ്ടാവും. അവരെന്ന് പറയുന്നത് നമ്മളുടെ പ്രൊഡക്റ്റിനോട് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനോട് താല്പര്യമുള്ളവരാണ്, അതിൽ ഇൻട്രസ്റ്റഡ് ആയവരാണ്. അവരെ ടാർഗറ്റ് ചെയ്ത് നെക്സ്റ്റ് ഒരു ലീഡ് അഡ്വർടൈസ്മെന്റ് കൊടുത്താൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് ആ ലീഡ് ഉറപ്പുവരുത്താൻ. അപ്പം നിങ്ങൾ ആദ്യം കൊടുക്കുന്നത് വളരെ വിശാലമായ ഒരു അവയർനെസ്സോ എൻഗേജ്മെൻ്റ് ഒക്കെ റൺ ചെയ്ത് കുറേ ആളുകളിലേക്ക് നിങ്ങളുടെ പരസ്യം എത്തിച്ച് നിങ്ങളുടെ ബ്രാൻഡിനെ അവരുടെ മനസ്സിൽ പതിപ്പിച്ചതിന് ശേഷം നിങ്ങളുമായി എങ്ങനെയെങ്കിലും എൻഗേജ് ചെയ്യുന്നവരെ റീടാർഗറ്റ് ചെയ്ത് ലീഡ് ആഡ്സുകൾ അല്ലെങ്കിൽ സെയിൽസ് ആഡ്സുകൾ കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് ഓഡിയൻസുമായി എൻഗേജ് ചെയ്യുക, കമൻറ്റിനോട് റെസ്പോണ്ട് ചെയ്യുക, അവരുടെ മെസ്സേജിന് റിപ്ലൈ ചെയ്യുക, അവരുടെ എൻക്വയറീസിന് പ്രോപ്പർലി ആയി റിപ്ലൈ ചെയ്യുക. നിങ്ങളുടെ ഒരു പരസ്യത്തിനകത്ത്, നിങ്ങളുടെ ഒരു കണ്ടന്റിനകത്ത് പലതരത്തിൽ കമന്റ് ഉണ്ടാവാം. ആ കമന്റിനോട് റിപ്ലൈ ചെയ്യുക. ആരെങ്കിലും എന്തെങ്കിലും ഒരു ചോദ്യം എൻക്വയറി ചോദിച്ചാൽ അതിന് മറുപടി കൃത്യമായി നൽകുക. അങ്ങനെ നിങ്ങളുടെ ഓഡിയൻസുമായി എൻഗേജ് ചെയ്യാനുള്ള എല്ലാ അവസരവും വളരെ ഫലപ്രദമായി ഉപയോഗിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ നമ്മുടെ കസ്റ്റമേഴ്സുമായി എൻഗേജ് ചെയ്യാൻ വേണ്ടി കഴിയും. നല്ല റിസൾട്ട് സോഷ്യൽ മീഡിയ അഡ്വർടൈസിങ്ങിനകത്ത് നിങ്ങൾക്കിവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് ഈ ചാനലിനകത്ത് പുതുതായി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ ഏറ്റവും എളുപ്പത്തിൽ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് സഹായമാകും. അതേപോലെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, സഹപ്രവർത്തകർക്ക് ഇതൊരു ഉപകാരമാകുന്നു എന്ന് ഉറപ്പുവരുത്തുക. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ഇപ്പോൾ സൈനിങ് ഓഫ്. ദിസ് ഈസ് സുഭാഷ് മാട്രോഡ്, റൈറ്റ് ക്ലിക്ക് ഇൻസൈറ്റ്സ് ആൻഡ് സൊല്യൂഷൻ.